കമ്മലൊന്നും വെച്ചിട്ടില്ല. ഹലോ ഗായ്, അപ്പോൾ നമ്മളിന്ന് അക്കുകുട്ടിക്ക് മോന്നക്കോതി എടുക്കാൻ പോവുക. അക്കുകുട്ടിക്കകത്തല്ല, ഞാനും എടുക്കും. അക്കു ഡ്രസ്സിങ്ങിലാണ്, കാണിക്കാനൊന്നും പറ്റില്ല. അതെ, അവൻ തരി വിളിക്കും. നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ ബൈക്കാണ് പോകുന്നത്, അല്ല സ്കൂട്ടറിലാണ് പോകുന്നത്. ഇനി നമുക്ക് വഴിയിലുള്ള യാത്രകൾ വെച്ച് കാണാം. ആ മറ്റേ പേപ്പർ എടുത്തേ ഇൻഷുറൻസിൻ്റെ വണ്ടിക്കകത്ത്. ആ പേപ്പർ അവിടെ ഇരിക്കുന്നത് വണ്ടിയുടെ കാറിൻ്റെ ഇൻഷുറൻസ് അത് അടയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പേപ്പർ നോക്കി എനിക്ക് എങ്ങനെ ഓൺലൈനിൽ അടയ്ക്കുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ അടച്ചേന്. ഐ നീഡ് ടു ലേൺ അബൌട്ട് ദാറ്റ്. ഇനി അത് പഠിക്കണം. ഗൈസ്, എങ്ങനെ ഓൺലൈനിൽ അടയ്ക്കുന്നതെന്ന്. പേപ്പറൊക്കെ തപ്പി കണ്ടുപിടിക്കും, കൊണ്ടുപോയി അടയ്ക്കാനുള്ളത് തപ്പി കണ്ടുപിടിക്കും. സോ ഗൈസ്, അപ്പം ഞാനിങ്ങനെ ഒരു ബ്ലാക്ക് ഷർട്ടാണ് എടുത്തേക്കുന്നത്. നീ ഇപ്പം എൻ്റെ ഓക്കെയാണോ? അതല്ല, അവന് മേളിലോട്ട് കയറുമ്പോൾ നടക്കുമ്പോൾ അപ്പോൾ അത് മാറാം. നാണം. അപ്പോൾ അപ്പോൾ ഇതേതാ സൈസ് സെയിമാണ്. ഞാൻ ഈ ഷർട്ട് എടുത്ത് ഇനി ഞാൻ വേറൊരു പാൻറ് വേറെ എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഈ കറുത്ത ഷർട്ടും ഈ ഗ്രേ പോലത്തെ, ഗ്രേ അല്ലടത്, ഗ്രേ പോലത്തെ ഒരു കളറുള്ളൊരു പാൻറ്റും എടുത്ത് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് പറയുക. നീ അതെടുത്ത് ഷർട്ട് എടുക്കുന്നില്ലേ? ഗോ ആൻഡ് ടേക്ക്. ഇത് കണ്ടോ? നീ ഇങ്ങോട്ട് നോക്കി. ഇതെങ്ങനെ ഉണ്ട് നോക്കി, പിടിച്ചു നോക്കി. ഇതുപോലത്തെ അവരോട് പിടിച്ചു നോക്കിയിട്ട് മെറ്റീരിയൽ ഇതോ. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവൻ സെലക്ട് ചെയ്യണം. അവനും കൂടെ സെലക്ട് ചെയ്തിട്ട് വരാം. സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓണം ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ട്, ഓണം കഴിഞ്ഞതേ ഉള്ളൂ ഓണം ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്തപ്പോൾ. പക്ഷേ ഞാൻ ആ കറുത്ത ഷർട്ടും ആ ഗ്രേ പോലത്തെ പാൻറ്റും, ഇവനൊരു ബ്ലാക്ക് കളർ പോലത്തെ അവസ്ഥയിൽ വേറെ ഏതോ ഒരു കളർ വരുന്നൊരു പാൻറ്റും, പിന്നെ ഒരു മൾട്ടി കളറുള്ള ഒരു ഷർട്ട് കണ്ടാ. അത് രണ്ടുമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അമ്മയ്ക്കൊരു ബ്ലൗസ് വേണമെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി വേറൊരു കടയിൽ പമ്പരാൻ ചന്തയിലാവുള്ളത്. ഫിഷയിൽ പോവാൻ ഞങ്ങൾ തുണിയെടുത്തത് ചെറുത്തറ എന്നാണ്. ചെറുത്തറ റോട്ടിൽ നോക്കി കാണുന്നില്ല. ഞാൻ അതെ ക്യാമറ നോക്കിയാൽ റോട്ടിൽ നോക്കി കാണുന്നില്ല. വണ്ടി ഇരിക്കും സൈഡിൽ കൂടെ എല്ലാം വണ്ടി വെക്കുന്നു. പിസയിൽ കയറിയ പോരെ, ഒന്ന് കിട്ടൂ. ഇതാ പിസ. ഇവിടെ കയറി നോക്കാം. അപ്പം മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ബ്ലൗസ് നമുക്ക് കിട്ടി, പക്ഷേ വെൽവെറ്റ് കിട്ടിയില്ല. സാധാ ഒരു ബനിയൻ ടൈപ്പ് ബ്ലൗസാണ് കിട്ടിയത്. വെൽവെറ്റ് മാത്രം കിട്ടിയില്ല. അമ്മയ്ക്ക് ഞാൻ ഫോട്ടോ അയച്ചിട്ടു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. നമ്മളത് മേടിച്ചു. പിന്നെ വേറെ എന്ത് ചെയ്യാൻ, പുതിയ ഒക്കെ വേണം. നാളെക്കാളും കിട്ടില്ല വേണ്ടേ? നാളെക്കാളും വേണ്ടേ? പിന്നെ അങ്ങോട്ട് പോകും. വണ്ടി എടുത്ത് അങ്ങോട്ട് പോകണം. ഇത് മറ്റേ സാധനം നോക്കണം, കണ്ണാടിയുടെ. നമ്മുടെ കണ്ണാടി വെട്ടിപ്പോയി കഴിച്ചു. അത് എൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുമല്ലോ നോക്കട്ടെ.
നമ്മുടെ വണ്ടി, നമുക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. വയ്യാണ്ട് എന്നാ വെയിലോ, ഇവനോട് നാരങ്ങാളം കുടിക്കാൻ വേണ്ടവന് വയ്യ. അതങ്ങനെയാടാ ഈ പിശാച് കൂടെ പോകുന്നവര് ഞാൻ തന്നെ കയറി കുടിച്ചാൽ മതിയായിരുന്നു. ഇവനോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു, വാ വിട്ട് ചോദിച്ചു, വാ പോവാ നാരങ്ങാളം കുടിക്കാനാണ്. നാരങ്ങാളം കുടിക്കും. ഏയ് എന്നോളാ അടിച്ച് ഒന്നൂടെ പറ കേക്കട്ടെ. ഒന്നൂടെ പറയാൻ പറഞ്ഞ പാൻ്റെ കൂടെ ഇട്ടോണ്ട് വേടാ. ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഒരു കാണിച്ചു തരാവേ. അവിടെ ഏതാ കണ്ണാടി കാണാൻ ഒരു ഇതാ. ഇപ്പോൾ ഒരു 10-4000 രൂപ. നമുക്ക് കാശ് വരും പോവും. ദൈവം തരുമ്പോൾ നമ്മൾ അതുപോലെ അങ്ങ് സ്വീകരിക്കും. മതി. ഇല്ലാഞ്ഞിട്ടല്ല, പാൻറ് കീറി പട്ടി കടിച്ച് കീറി കണക്ക് കിടക്കും. അത് പറയുന്നു കഴപ്പാണെങ്കിൽ ഒന്നും എടുക്കണ്ടായിരുന്നു. ഞാൻ നോക്കാന്നേ ഷർട്ട് എടുക്കാൻ അവിടെ മടിച്ച് നിൽക്കുക. അവന് ഷർട്ട് എടുക്കാത്ത, ഷർട്ട് വേണം. പോയിട്ടോണ്ട് വരാൻ കേസ്. അക്കുനെ കണ്ടോ പൊന്നെ വയറാകത്തോട്ടാക്കടാ. വേണ്ട എന്നാ ചോദിച്ചു വയറൊക്കെ വിട്ട് തന്നാ. അങ്ങനൊന്നും ഇല്ല. എനിക്ക് കറുത്ത ഷർട്ട് എടുക്കണമെന്ന് എൻ്റെ വാശിയായിരുന്നു. ഞാൻ എടുത്ത് എൻ്റെ കറുത്ത ഷർട്ട് ചെന്നൈ വെച്ച് അടിച്ചോണ്ട് പോയി. നീ അത് കാണുന്നുണ്ടെങ്കിൽ നിന്നോടാ ഞാൻ പറയുന്നേ, നീ ഓർത്തോ. അടിച്ചോണ്ട് പോയാനോ അവിടെ. നിനക്ക് വേണ്ടിയല്ല ഞാൻ കറുത്ത ഷർട്ട് മേടിക്കുന്നത്, മനസ്സിലായല്ലോ. അതെ നായിൻ്റെ മോനെ. എൻ്റെ നീ തമിഴ് പറയണോ? വേല എടുത്ത് കാശ് സമ്പാദിച്ച് പണം സമ്പാദിച്ച് ഷർട്ട് വാങ്ങി പോടണം. ഇവൻ ചുമ്മാ എന്റെ ഷർട്ടൊക്കെ കട്ടോണ്ട് പോയിട്ട് ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഫോട്ടോ വീഡിയോ ആണോ? വീഡിയോയാ. ഞാൻ എന്ത് ചെയ്യുന്നത്? നീ തിന്നെ പോയി അങ്ങനെ പിടിക്കരുത്. ഇങ്ങനെയാണ് പിടിക്കുന്നത്. എന്നെ കാണാവോ? നോട്ടത്തിൽ കാണാവോ? നീ അവിടെ നമ്മിറ്റത്ത് പോയി. നീ അവിടെ എഴുന്നേക്കണം അല്ലേ? നീ എണീക്കണം. പണിയാ മൈക്കേല. ഞങ്ങളുടെ TV കണ്ടോ ഗൈഡ്സ്? അതും ഞാൻ കാണിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ അവിടെ വെച്ച് കാണിച്ചിരിക്കുക. കണ്ണാടിയിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ കാണിക്കും. ഞാൻ കറങ്ങി കാണിച്ചു. മൊത്തം കാണാവോ എന്നെ? മൊത്തം കാണണമെങ്കിൽ പിന്നെ മേലോട്ട് ഓടിക്കണം. അതൊക്കെ മതി. കാലിൻ്റെ പകുതി വരെ കാണുന്നുണ്ട്. ഗ്രേ എന്നും പറയാം. അതുപോലത്തെ സെയിം മെറ്റീരിയൽ ഉള്ള വേറൊരു പാൻറ് ഉണ്ട്. ഇതാണ് ഞാൻ ഇന്നലെ ഇട്ടുണ്ടോന്നു. ഇതാ സെയിം മെറ്റീരിയൽ. അലക്കി കഴിയുമ്പോൾ ഇതുപോലെ അല്ല, ഇത് പുതിയതായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അലക്കി കഴിയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇടാൻ സുഖമാണ്. ഇടാൻ ഭയങ്കര രസമാണ്. നല്ല രസമാണ്. അക്കൂട്ടിയുടെ ഇപ്പോഴത്തെ വേഷം ഒന്ന് കാണിച്ചമ്മനെ. നല്ല കംഫർട്ടബിൾ. ഇങ്ങനെ ചെരിച്ചൊക്കെ പിടിച്ചേക്കുന്ന എന്റെ കൊച്ചേ നല്ലതാ. നീ പറഞ്ഞാ മതിയോ? ഹലോ അവർക്കത് കാണണ്ടേ? ഹലോ ഗൈസ്. അമ്മക്ക് വയ്യാത്തോണ്ട് അമ്മ ഫോണൊക്കെ അമ്മയുടെ കൈ എന്നാണ് തളർന്ന് കിടക്കുവാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചേക്കുന്നത് കാണുന്നവര് പറയത്തില്ല. ഇവിടെ ഇലാസ്റ്റിക് ഉണ്ട്. വേണമെങ്കിൽ ഇതിടാം, വേണമെങ്കിൽ ഈ ചരടിട്ട് കെട്ടാം. ഭയങ്കര ടെക്നോളജിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആരെങ്കിലും ചോദിച്ചാ കൊല പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ആഫ്റ്റർ ഓണം. അതായത് ഓണത്തിന് ഔട്ട്ഫിറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഓണം ഇപ്പോൾ വാച്ചിൻ്റെ എല്ലാം പൊട്ടിപ്പോയാണ്. അപ്പോൾ ഓണത്തിൻ്റെ അല്ല, ഓണക്കോടിയിൽ എടുക്കൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് ഓണം കഴിഞ്ഞിട്ടാണ് ഓണക്കോടി എടുത്തത്. ഞാൻ ലേറ്റായി വന്നതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എടുത്തേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ്. അടുത്ത വീഡിയോ ഇനി ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. See you in the next video guys. മമ്മി ഇപ്പം ഞാൻ മേടിച്ചുകൊണ്ടുവന്ന ബ്ലൗസൊക്കെ ഇട്ട് ചുന്നരിയായിട്ട് വന്ന് നിൽക്കുകയാണ്.
ഷാരി ഷാരി ആരും മേടിച്ചാ? ഷാരി ഞാൻ മേടിച്ചാണോ? ഷാരി ഞാൻ മേടിച്ചല്ല ഗൈസ്, അച്ഛൻ മേടിച്ചു കൊടുത്തതാണ് ഗൈസ്. ബ്ലൗസ് മാത്രം ഞാൻ സ്പോൺസർ ചെയ്തു. തിരി കറങ്ങ് നിക്ക് ഇപ്പൊ കറങ്ങല്ലേ. ആ കണ്ടോ ഫുൾ ഔട്ട്ഫിറ്റ് കറങ്ങി നീരലാ. അമ്മയ്ക്ക് നാണം വന്നു, അമ്മയ്ക്ക് നാണം വന്നു ഗായ്. എങ്ങനെ മതിന്ന് ഇത്ര നേരം നിന്ന് കറങ്ങിട്ട് ഇപ്പൊ മതിന്ന്. ആ ഓക്കെ അത്രേ ഉള്ളു. ടാറ്റാ ബൈ ബൈ.